ശാലോം ടി വിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് പുറപ്പാടിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ദൈവകരുണയിൽ ആശ്രയിച്ച് ജീവിക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന വിഷയത്തെക്കുറിച്ച് ഇന്ന് നാം ധ്യാനിക്കുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന തിരുവചനം വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-23 തിരുവചനങ്ങൾ. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് നാം ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിച്ച് ജീവിക്കാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നമുക്കറിയാം, ദൈവം ഒത്തിരിയേറെ നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ട്. അനന്തമായ കാരുണ്യം നമ്മുടെ ഓരോരുത്തരുടെയും മേൽ അവിടുന്ന് ചൊരിയുന്നുണ്ട്. അവിടുത്തെ വിശ്വസ്തത ഒരിക്കലും അത് ഇല്ലാതെയാകുന്നില്ല. തമ്പുരാൻ്റെ സ്നേഹം നമ്മളോട് കൂടെ എപ്പോഴുമുണ്ട്. അതാണ് തിരുവചനം ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അവിടുത്തെ സ്നേഹം അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നാം ഇന്ന് ഈ വചന ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ആ പൊന്നു തമ്പുരാൻ്റെ വലിയ കരുണ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ, സ്വീകരിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 9-10 തിരുവചനങ്ങൾ പറയുന്നു, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. പ്രിയപ്പെട്ടവരെ, എന്താണ് അവിടുത്തെ കൽപ്പന? അത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, അപ്പോൾ സ്നേഹം എന്നത് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ നമുക്കുണ്ടാകേണ്ട ഒരു പുണ്യമാണ്. ദൈവസ്നേഹത്തിൽ അടിയുറച്ച് നിൽക്കുവാൻ, ആ സ്നേഹസാഗരത്തിൽ അനുദിനം മുങ്ങി കുളിച്ച് നമുക്ക് ജീവിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിലും സ്നേഹമുണ്ടായിരിക്കണം എന്ന് ദൈവമായ കർത്താവ് ഇന്ന് നമ്മളോട് അരുൾ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ സ്നേഹക്കുറവ് വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ്. നമ്മുടെ സമൂഹത്തിലായാലും കുടുംബത്തിലായാലും വ്യക്തി ജീവിതങ്ങളിലായാലും സ്നേഹമില്ലായ്മ, സ്നേഹരാഹിത്യം അത് വലിയ ഒരു വിപത്ത് തന്നെയാണ്. ദൈവം എങ്ങനെയാണ് നമ്മെ സ്നേഹിച്ചത്? ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയും നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ട് കാൽവരിക്കുന്നിൽ അവിടുന്ന് യാഗമായി ബലിയായി മാറി സ്വപുത്രനെ നമുക്ക് നൽകി നമ്മെ വീണ്ടെടുക്കുവാനായി തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അവിടുന്ന് അയച്ച് നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് ഇന്നും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹം എന്ന് ദൈവം പറഞ്ഞു, കർത്താവായ യേശു മിശിഹ നമ്മളോട് പറഞ്ഞു, ദൈവപിതാവ് എങ്ങനെയാണോ യേശുവിനെ സ്നേഹിക്കുക, യേശു എങ്ങനെയാണോ ദൈവപിതാവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞതുപോലെ യേശുവിനെയും നമ്മൾ സ്നേഹിക്കുക, യേശുവിൻ്റെ കൽപ്പനകൾ പാലിക്കുക, സഹജീവികളോട് അപരനോട് നാം സ്നേഹം കാണിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹം നമ്മൾ മറ്റുള്ളവരോട് പങ്കുവെക്കുമ്പോൾ, ആത്മാർത്ഥമായി നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ, നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുമ്പോൾ, ജീവിത പങ്കാളിയെ, മക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ സഹപ്രവർത്തകരെ, നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ ഒക്കെ നമ്മൾ ആ യേശുവിൻ്റെ സ്നേഹത്തോടു കൂടി കാണുമ്പോൾ, നമ്മളവരെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ അത് വലിയ ഒരു അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിലേക്ക് മാറുകയാണ്. തമ്പുരാൻ്റെ ആ വലിയ കാരുണ്യത്തിൽ ജീവിക്കാനായിട്ട്, ആ കാരുണ്യം അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മളോട് പറഞ്ഞു,
വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15:12, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് വിചിന്തനം ചെയ്യുന്നത് ഇന്ന് നല്ലതാണ്. എത്രയോ പേരെയാണ് നമ്മൾ മാറ്റി നിർത്തിയിരിക്കുക. ഒരുപക്ഷെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളായിരിക്കാം, നമ്മളെ അംഗീകരിക്കാത്തതായിരിക്കാം, എന്തുമായിക്കോട്ടെ, നാം നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്ന വ്യക്തികൾ എത്രയോ പേരാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബലിയിൽ നമ്മൾ സംബന്ധിക്കാനായിട്ട് വരുമ്പോൾ ഏത് മനോഭാവത്തോടെ വരണമെന്ന് തന്നെ ഈശോ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവരുമായി രമ്യതപ്പെട്ടതിന് ശേഷം വന്ന് ബലി അർപ്പിക്കുക. ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കുക, ദൈവത്തിൻ്റെ കരുണയിൽ ജീവിക്കാനായിട്ട് എനിക്ക് കഴിയണമോ? ദൈവത്തിൻ്റെ ആ വലിയ കരുണയിൽ ജീവിക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ആ വലിയ കാരുണ്യം പ്രാപിക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ, ഒന്നാമതായി നാം ചെയ്യേണ്ടത് നമ്മളിൽ ദൈവസ്നേഹമുണ്ടാകണം. ആ ദൈവസ്നേഹം നാം മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കണം. നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവരോട് വിദ്വേഷവും വെറുപ്പും ഉണ്ടാവുകയാണെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ അത് തടസ്സമായി നിൽക്കും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവസ്നേഹത്തിൽ, ദൈവിക കാരുണ്യത്തിൽ നിലനിൽക്കുവാനായിട്ട്, സ്നേഹമെന്ന വലിയ പുണ്യത്തിൽ നമുക്ക് ജീവിക്കുവാനായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുവാൻ ഈശോ ഇന്ന് നമ്മളോട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും രണ്ടാമതായി നമ്മൾ കാണുന്നു കരുണ. യേശുവിൻ്റെ കരുണയെക്കുറിച്ച് കാണുക. നമ്മളും കരുണയുള്ളവരായിരിക്കുവാൻ അവിടുന്ന് പറയുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നു, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർക്ക് കരുണ ലഭിക്കും. അപ്പോൾ ഒന്നാമതായി നമ്മൾ കണ്ടു, നമ്മളിൽ സ്നേഹമുണ്ടായിരിക്കണം. രണ്ടാമതായി നമ്മൾ കാണുന്നു, നമുക്ക് കരുണയുള്ളവരായിരിക്കണം. നമ്മൾ കരുണയുള്ളവരാണെങ്കിൽ നമുക്ക്, പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ്റെ കരുണയിൽ നമുക്കും ലഭിക്കും. തമ്പുരാൻ്റെ കരുണ, ആ കരുണയിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സുവിശേഷത്തിൻ്റെ ആനന്ദം എന്ന അപ്പസ്തോലിക ആഹ്വാനത്തിൽ ഖണ്ഡിക 193 നമ്മൾ കാണുന്നു, മറ്റുള്ളവരോട് നാം കാട്ടിയ കാരുണ്യം ദൈവവിധി ദിവസത്തിൽ നമ്മെ നീതീകരിക്കുമെന്ന് യാക്കോബ് ശ്ലീഹ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ സുവിശേഷത്തിൻ്റെ ആനന്ദം എന്ന ആ അപ്പസ്തോലിക ആഹ്വാനത്തിൽ നമ്മളോട് പറയുകയാണ്, മറ്റുള്ളവരോട് നാം കാണിക്കുന്ന കാരുണ്യം നമ്മുടെ വിധി ദിവസത്തിൽ നമ്മെ നീതീകരിക്കും. അത് നമുക്ക് ഒരനുഗ്രഹമായി മാറും. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 2-ാം അധ്യായം 12-13 തിരുവചനങ്ങളിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുക, സ്വാതന്ത്ര്യത്തിൻ്റെ നിയമമനുസരിച്ച് വിധിക്കപ്പെടാനുള്ളവരെ പോലെ നിങ്ങൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവിൻ. കാരുണ്യം കാണിക്കാത്തവൻ്റെ മേൽ കാരുണ്യരഹിതമായ വിധിയുണ്ടാകും, എങ്കിലും കാരുണ്യം വിധിയുടെ മേൽ വിജയം വരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര മനോഹരമായ തിരുവചനമാണ് ദൈവമായ കർത്താവ് ഇന്ന് നമുക്ക് നൽകുക. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ കരുണയിൽ ആശ്രയിച്ച് ജീവിക്കുവാനായിട്ട് നാമും കരുണയുള്ളവരായിരിക്കണമെന്ന് പറയുകയാണ്. കാരുണ്യം കാണിക്കാത്തവൻ്റെ മേൽ കാരുണ്യരഹിതമായ വിധിയുണ്ടാകും, എങ്കിലും കാരുണ്യം വിധിയുടെ മേൽ വിജയം വരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നാം മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി മാറുന്നു. അത് നമ്മുടെ വിധി ദിവസത്തിൽ നമ്മുടെ മേലുണ്ടാകേണ്ടിയിരുന്ന, ഒരുപക്ഷെ നമ്മുടെ പാപത്തിൻ്റെ ആ പരിണിത ഫലം മൂലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരുന്ന ആ വലിയ വിധിയുടെ മേൽ നാം ചെയ്ത കാരുണ്യപ്രവർത്തികൾ മൂലം അത് വിജയം പ്രാപിക്കുന്നു. അത് നമുക്കൊരു അനുഗ്രഹമായി മാറുന്നു. ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു, പൊറുക്കുന്നു എന്ന് വചനം ഇന്ന് നമ്മളോട് സംസാരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും പ്രിയപ്പെട്ടവരെ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 7-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നു, ധർമ്മനിഷ്ഠ പാലിച്ചുകൊണ്ട് പാപങ്ങളിൽ നിന്നും മർദ്ദിതരോട് കാരുണ്യം കാണിച്ചുകൊണ്ട് അകൃത്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവിൻ, ഒരുപക്ഷെ നിന്റെ സ്വസ്ഥതയുടെ കാലം നീട്ടിക്കിട്ടിയേക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവരെ, അപ്പം മർദ്ദിതരോട്, മറ്റുള്ളവരോട് നാം കാരുണ്യം കാണിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ നമ്മൾ ഒരു സഹായകമായി കടന്നു ചെല്ലുമ്പോൾ അത് നമുക്കൊരനുഗ്രഹമായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ സ്വാർത്ഥത കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർക്കും അവരവരുടെ കാര്യങ്ങൾ മാത്രം. അങ്ങനെയുള്ള ഒരു ജീവിത ചുറ്റുപാടുകളിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈശോ ഇന്ന് നമ്മളോട് പറയുകയാണ്, നിസ്വാർത്ഥത വെടിഞ്ഞ് അകൃത്യങ്ങൾ ഉപേക്ഷിച്ച് മറ്റുള്ളവരോട് കാരുണ്യം കാണിച്ചുകൊണ്ട് നാം ജീവിക്കണം. അങ്ങനെ ജീവിച്ചാൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും, നമുക്ക് സമാധാനമുണ്ടാകും, നമ്മുടെ സ്വസ്ഥത വർദ്ധിക്കും എന്ന് അവിടുന്ന് പറയുകയാണ്. വീണ്ടും ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, കാരുണ്യത്തിൻ്റെ മറ്റൊരു മുഖമാണ് ദാനധർമ്മം. അപ്പം നമ്മളിന്ന് ധ്യാനിച്ചു കൊണ്ടിരിക്കുക, ഈശോയുടെ കാരുണ്യത്തിൽ ജീവിക്കുവാൻ നാം എന്തു ചെയ്യണം? നമ്മൾ ആദ്യമേ കണ്ടു, ദൈവം എങ്ങനെയാണോ, ഈശോ എങ്ങനെയാണോ നമ്മെ സ്നേഹിച്ചത് അതുപോലെ നാമും മറ്റുള്ളവരെ സ്നേഹിക്കണം. രണ്ടാമതായി നാം കണ്ടു, നാം മറ്റുള്ളവരോട് കരുണ കാണിക്കണം. മൂന്നാമതായി നാം കാണുന്നു ദാനധർമ്മം. അത് കാരുണ്യത്തിൻ്റെ മറ്റൊരു മുഖമാണ്. യേശുവിൻ്റെ കാരുണ്യത്തിൽ ജീവിക്കുവാൻ, ആ വലിയ സ്നേഹത്തിൽ ജീവിക്കുവാൻ പ്രിയപ്പെട്ടവരെ, ദാനധർമ്മം വലിയ ഒരു സഹായമായി നമ്മുടെ ജീവിതത്തിൽ മാറുന്നു. തോബിത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നു, ദാനധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു, അത് സകല പാപങ്ങളും തുടച്ചു നീക്കുന്നു. കണ്ടോ, എത്ര മനോഹരമായ തിരുവചനം! ദാനധർമ്മം മരണത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുകയാണ്, ആത്മീയമായ മരണത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നു, അത് നമ്മുടെ സകല പാപങ്ങളും തുടച്ചു മാറ്റുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, വിശുദ്ധ കുംഭസാരം എന്ന കൂദാശയിലൂടെയാണ് നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുക. എങ്കിലും ചിലപ്പോൾ ആ പാപത്തിൻ്റെ മോചിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും അതിൻ്റെ കടങ്ങൾ ഒരുപക്ഷെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതും മാറിപ്പോകാനായിട്ട് ദൈവം ഇന്ന് നമുക്ക് നൽകുന്ന വചനം ഇതാണ്. ദൈവം നമ്മളോട് പറയുന്നത് ഇതാണ്, ദാനധർമ്മം ചെയ്യുക, അത് മരണത്തിൽ നിന്നും നിന്നെ രക്ഷിക്കുകയും അതുപോലെ നിന്റെ സകല പാപങ്ങളും തുടച്ചു മാറ്റപ്പെടുകയും ചെയ്യുന്നു. വീണ്ടും പ്രിയപ്പെട്ടവരെ, പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 30-ാം തിരുവചനം പറയുന്നു, ജലം അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. ജലം എങ്ങനെയാണ്? നമുക്കറിയാം, അഗ്നി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അഗ്നി ആളിക്കത്തുമ്പോൾ ജലമാണ് നമ്മൾ അത് തളിച്ചുകൊണ്ട് അല്ലെ ഒഴിച്ചുകൊണ്ട് ആ അഗ്നിയെ കെടുത്തുക എന്ന് പറഞ്ഞതുപോലെ ദാനധർമ്മം നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ പാപത്തിന് പരിഹാരമായി മാറുകയാണ്. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, അപ്പോൾ യേശുവിൻ്റെ കാരുണ്യത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ ഇന്ന് തരുന്ന മറ്റൊരു വചനം ഇതാണ്, മറ്റൊരു സന്ദേശം ഇതാണ്, നാം ദാനധർമ്മം ചെയ്യണം. അത് അർഹതപ്പെട്ടവർക്ക് സഹായം എത്തിച്ചു കൊടുക്കുവാനുള്ള വലിയ ഒരു കടമ നമുക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, 1 പത്രോസ് 4-ാം അധ്യായം 8-ാം തിരുവചനം നമ്മളോട് പറയുന്നു, നിങ്ങൾക്ക് ഗാഢമായ പരസ്പര സ്നേഹമുണ്ടായിരിക്കട്ടെ, കാരണം സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദാനധർമ്മം ചെയ്യാൻ സാധിക്കണമെങ്കിൽ സ്നേഹം നമ്മളിലുണ്ടാകണം, കരുണ നമ്മളിലുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, അപ്പം ഈ സ്നേഹവും കരുണയും ദാനധർമ്മവും ഒന്നിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് നമ്മുടെ ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ആ വലിയ കാരുണ്യത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൂടാതെ നമ്മുടെ നിരവധിയായ പാപങ്ങൾ മാറ്റപ്പെടുന്നു, സമാധാനത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സുവിശേഷത്തിൻ്റെ ആനന്ദം എന്ന അപ്പസ്തോലിക ആഹ്വാനത്തിൽ പറയുന്ന മറ്റൊരു കാര്യവും ഇതാണ്. ഇപ്പം നമുക്ക് അഗ്നിബാധ ഉണ്ടാവുകയാണെങ്കിൽ തീ കെടുത്താനായി വെള്ളത്തിന് വേണ്ടി നാം ഓടും. അപ്പം അതേവിധം പാപത്തിൻ്റെ ഒരു തീപ്പൊരി നമ്മുടെ വൈക്കോലിൽ നിന്നും തെറിക്കുകയും നാം അതുകൊണ്ട് വിഷമിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്യുവാനായിട്ട് നമുക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ തീ കെടുത്താനാകും വിധം ഒരു ജലധാര തുറന്നതുപോലെ നാം സന്തോഷിക്കണമെന്ന് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്.
പ്രിയപ്പെട്ടവരെ. അപ്പം നമുക്കൊരു കാരുണ്യപ്രവൃത്തി ചെയ്യുവാനായിട്ട് അവസരം ലഭിക്കുമ്പോൾ അതിൽ നിന്ന് ഓടി മാറുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് ഏറ്റവും വലിയ തീഷ്ണതയോടെ ആ കാരുണ്യപ്രവൃത്തി ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു അനുഗ്രഹമായി മാറുന്നു എന്ന് നാം തിരിച്ചറിയണം. വീണ്ടും പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതലുള്ള തിരുവചനങ്ങളിലൂടെ കടന്നു വരുമ്പോൾ അവസാന വിധിയെക്കുറിച്ചാണ് നമ്മൾ കാണുക. എന്താണ് അവിടെ പറയുക? മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടി മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവിടെ ഇടയൻ എങ്ങനെയാണോ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുക, അതുപോലെ അവൻ മനുഷ്യരെ വേർതിരിക്കുമെന്ന് പറയുക. അവസാന വിധിയെക്കുറിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലൂടെ കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നത് ഇതാണ്. നമ്മളെല്ലാവരും അന്ത്യവിധിയിൽ വിശ്വസിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പോൾ കർത്താവ് പറയും, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25:31 മുതലുള്ള തിരുവചനങ്ങളിലൂടെ കടന്നു വരുമ്പോൾ ഈശോ പറയുന്നുണ്ട്, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നില്ല എന്ന് നീതിരഹിതരോട് അവിടുന്ന് പറയുന്നുണ്ട്. എന്നാൽ 25:36 വിശുദ്ധ മത്തായി 25:36 അവിടുന്ന് പറയുന്നു, നീതിമാന്മാരോടായി പറയുന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നീതിമാന്മാർ ചോദിക്കുന്നുണ്ട്, കർത്താവേ, അങ്ങയെ ഈ അവസ്ഥകളിലൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഈശോ കൊടുക്കുന്ന ഉത്തരമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 40-ാം തിരുവചനം. എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അതെ, ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ, മറ്റുള്ളവരോട് നമ്മൾ കാരുണ്യം കാണിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്തിന് പാത്രമാവുകയാണ്. അവിടുത്തെ കാരുണ്യത്തിൽ ജീവിക്കുവാനായിട്ട്, അനുദിനം ജീവിക്കുവാനായിട്ട് നമുക്ക് വലിയ വരം ലഭിക്കുകയാണ്, കൃപ ലഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വേദനിക്കുന്നവരെ കാണുമ്പോൾ, വിഷമിക്കുന്നവരെ കാണുമ്പോൾ നാം മുഖം മറച്ച് അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് ഓടിയകലേണ്ടവരല്ല എന്നാണ് ഇന്നത്തെ വചനത്തിലൂടെ അവിടെ നിന്ന് നമുക്ക് നൽകുന്ന സന്ദേശം. ഇന്ന് ഓരോ വ്യക്തികളും അവരവരുടെ കാര്യങ്ങൾ, അവരവരുടെ ജീവിതം എന്നത് മാത്രം ലക്ഷ്യമാക്കി മുന്നേറുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇന്ന് സ്നേഹം ഇല്ലാത്ത ഒരവസ്ഥയിൽ ജീവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ, കാരുണ്യം നമുക്കിന്ന് കാണാൻ പറ്റാത്ത അവസ്ഥകൾ, പ്രിയപ്പെട്ടവരെ, ദാനധർമ്മം അത് ഇന്ന് സമൂഹത്തിൽ കാണാൻ പറ്റാത്ത അവസ്ഥകൾ ഒക്കെ നമുക്ക് ഉണ്ട്. അത് വലിയ അരക്ഷിതാവസ്ഥ ഇന്ന് സമൂഹത്തിൽ സൃഷ്ടിക്കുമ്പോൾ ദൈവം ഇന്ന് നൽകുന്ന സ്നേഹവിപ്ലവവുമായി നൂറ്റാണ്ടുകൾക്കപ്പുറം, സംവത്സരങ്ങൾക്കപ്പുറം കടന്നു വന്ന ഈശോ നാഥൻ നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: മകനെ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ നിങ്ങളും മറ്റുള്ളവരോട് കരുണ കാണിക്കുക. ജലം എങ്ങനെയാണോ അഗ്നിയെ കെടുത്തിയത്, അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ദാനധർമ്മം നിങ്ങളുടെ പാപത്തിന് അത് പരിഹാരമായി മാറുകയാണ്. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, കൽക്കട്ടയിലെ വിശുദ്ധയായ മദർ തെരേസയെ നമുക്കറിയാം. ഒന്നുമില്ലായ്മയിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന് ആ വിശുദ്ധയായ മദർ തെരേസ അനേകർക്ക് ആശ്വാസമായി മാറി. അത് ഇന്ന് നമുക്കറിയാം, സ്വർഗം അത് സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. അനേകായിരം അൾത്താരകളിൽ വിശുദ്ധ മദർ തെരേസയുടെ തിരുസ്വരൂപം ഇന്ന് വണങ്ങപ്പെടുന്നുണ്ടെങ്കിൽ, അനേകര് മധ്യസ്ഥ പ്രാർത്ഥനകളിലൂടെ യേശുതമ്പുരാനിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിച്ചെടുക്കുന്നുണ്ടെങ്കിൽ, വിശുദ്ധ മദർ തെരേസയോട് മധ്യസ്ഥം യാചിച്ചുകൊണ്ട് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് അനുഗ്രഹം ജീവിതത്തിൽ വാങ്ങിച്ചെടുക്കുന്നുണ്ടെങ്കിൽ, അന്ന് ഈ ലോകത്തിൽ ഈ വിശുദ്ധയായ മദർ തെരേസ ജീവിച്ചിരുന്നപ്പോൾ അനേകം പാവപ്പെട്ടവരോടും കുഷ്ഠരോഗികളോടും ആരോരുമില്ലാത്തവരോടും അനാഥരോടും കാരുണ്യം കാണിച്ചത് കൊണ്ടാണ്. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് നമ്മുടെ സഭ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന അനേക വിശുദ്ധരെ നമുക്കറിയാം. അവരെ ഇന്ന് വിശുദ്ധരായി, ഇന്ന് സഭ അവരെ വിശുദ്ധരായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അത് സ്വർഗം നൽകിയ സാക്ഷ്യമാണെന്ന് നമുക്കറിയാം. അത്
അവരുടെ ഈ ലോകത്തിലെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചത് കൊണ്ടാണ്, അവരന് വേണ്ടി ജീവിച്ചത് കൊണ്ടാണ്. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായം 20-ാം വചനം നമ്മൾ കാണുന്നു. പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യും. കണ്ടോ, എത്ര മനോഹരമായ തിരുവചനമാണ് ഈശോ ഇന്ന് നമുക്ക് നൽകുക. പാപിയെ, തെറ്റായ മാർഗത്തിലൂടെ കടന്നു പോകുന്ന ഒരു പാപിയെ നീ അവനെ തിരിച്ചു കൊണ്ടുവന്ന് അവനെ ദൈവവിശ്വാസത്തിലേക്ക്, മാനസാന്തര ജീവിതത്തിലേക്ക് ദൈവത്തോട് ചേർത്ത് നിർത്താനായിട്ട് നീ എടുക്കുന്ന പരിശ്രമങ്ങൾ, അത് നിന്നെ തന്നെ മരണത്തിൽ നിന്ന്, നിന്റെ ആത്മീയ മരണത്തിൽ നിന്ന് രക്ഷിക്കും. അതിലുപരിയായി നിന്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റപ്പെടുകയും ചെയ്യുന്നു. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, നാം മറ്റുള്ളവരോട് വചനം പങ്കുവെച്ച് കൊടുക്കുമ്പോൾ, മറ്റുള്ളവർക്ക് നമ്മൾ യേശുവിനെ കൊടുക്കുമ്പോൾ, മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിപ്പിക്കുമ്പോൾ, പ്രാർത്ഥിക്കാൻ ഈ ലോകത്തിൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളെ പാപത്തിൻ്റെ ആ ചെളിക്കുഴികളിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളോടെ, പ്രോത്സാഹനത്തോടെ, പരിശ്രമത്തോടെ അവരെ തിരിച്ച് ദൈവിക തിരുസന്നിധിയിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ദൈവമായ കർത്താവ് ഇന്ന് നമുക്ക് നൽകുന്ന വാഗ്ദാനം എന്താണ്? നമ്മുടെ ആത്മാവിനെ മരണത്തിലേക്ക് പോകുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. അതിലുപരിയായി നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നിരവധിയായ പാപങ്ങളെ അവിടുന്ന് ക്ഷമിക്കുകയും ചെയ്യുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ദൈവകൃപയിൽ, ദൈവകരുണയിൽ ആശ്രയിച്ച് ജീവിക്കുവാനായിട്ട് നമ്മളിൽ സ്നേഹമുണ്ടാകട്ടെ, നമ്മളിൽ കാരുണ്യമെന്ന പുണ്യമുണ്ടാകട്ടെ, ദാനധർമ്മം എന്ന പുണ്യമുണ്ടാകട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ അവസാന വിധിയിൽ നമ്മൾ വായിച്ചു കേട്ടു, വിശുദ്ധ മത്തായി 25:36 വായിച്ചു കേട്ടു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ നഗ്നത എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് വസ്ത്രം കൊടുക്കുക എന്നതിലുപരിയായി ഇന്ന് പാപത്തിൻ്റെ ചെളിക്കുഴികളിൽ കിടക്കുന്ന വ്യക്തികൾ ഒരുപക്ഷെ അവർ നഗ്നരാണ്. അങ്ങനെയുള്ളവർക്ക് ആത്മീയമായ എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് നൽകിക്കൊണ്ട്, ആത്മീയമായ ഉപദേശങ്ങൾ, പ്രോത്സാഹനങ്ങൾ, പ്രാർത്ഥനകൾ കൊടുത്തുകൊണ്ട് അവരെ ദൈവിക തിരുസന്നിധിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരുടെ നഗ്നത മറിച്ച് അവരെ ഉടുപ്പിക്കുക എന്ന വലിയ ഒരു പുണ്യമാണ് നമ്മൾ ചെയ്യുക. ആത്മീയമായ ഒരു പുതുപ്പ് നമ്മൾ അവരെ പുതുപ്പിക്കുകയാണ്. ആത്മീയമായ ഒരു വസ്ത്രം, പുതുവസ്ത്രം, വെണ്മയുള്ള ഒരു വസ്ത്രം അവർക്ക് നമ്മൾ നൽകി അവരെ പുണ്യജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇതിനെല്ലാം നമുക്ക് കടമയുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള വ്യക്തികളാകാം, ജീവിത പങ്കാളിയാകാം, മക്കളാകാം, മാതാപിതാക്കളാകാം, സഹോദരങ്ങളാകാം, സമൂഹത്തിലുള്ളവരാകാം. ഏതൊരു വ്യക്തിയാണോ പാപത്തിൻ്റെ വഴികളിലൂടെ നമ്മൾ മുട്ടുക, അല്ലെങ്കിൽ നമ്മൾ അറിയുക, അവരെ ദൈവിക തിരുസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ, ദേവാലയത്തിലേക്ക് കൊണ്ടുവരുവാൻ, ധ്യാനത്തിലേക്ക് കൊണ്ടുപോകുവാൻ, അവർക്ക് ദൈവസ്വരം ശ്രവിക്കുവാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കുമ്പോൾ അത് വലിയ ഒരു അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിൽ മാറുകയാണ്. ഇനി കാരാഗ്രഹത്തിൽ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ എൻ്റെ അടുത്ത് വന്നു. അത് നമുക്കറിയാം, പാപത്തിൻ്റെ കാരാഗ്രഹത്തിൽ കിടക്കുന്നവരുണ്ട്, പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ കിടക്കുന്നവരുണ്ട്. അവയിൽ നിന്ന് മോചിപ്പിച്ച് അവർക്ക് ദൈവത്തെ കൊടുക്കുമ്പോൾ, യേശുവിനെ കൊടുക്കുമ്പോൾ അത് നമ്മൾ ചെയ്യുന്ന വലിയ ഒരു കാരുണ്യ പ്രവൃത്തിയാണ്. അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കും, തമ്പുരാൻ്റെ കരുണയാൽ നമ്മളെ നിറയ്ക്കും. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ജീവിക്കാനായിട്ട് ഞാനെന്ത് ചെയ്യണം? എന്നിൽ സ്നേഹമുണ്ടാകട്ടെ, എന്നിൽ കാരുണ്യമുണ്ടാകട്ടെ, ദാനധർമ്മം എന്ന വലിയ ഒരു പുണ്യത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈശോ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ ലോകം മുഴുവനിലുള്ള സകല ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിക്കാം. പരിശുദ്ധ അമ്മയോട് സഹായം നമുക്ക് അപേക്ഷിക്കാം. ഈ പുണ്യങ്ങളിൽ വളരാനായിട്ട്, ദൈവസ്നേഹത്തിൽ വളരാൻ, അവരനെ സ്നേഹിക്കുവാനുള്ള കൃപ എനിക്ക് ലഭിക്കുവാൻ, അവരനോട് കാരുണ്യം കാണിക്കുവാനുള്ള കൃപ എനിക്ക് ലഭിക്കുവാൻ, ദാനധർമ്മം ചെയ്യാനുള്ള ഒരു ഉത്സാഹം, ഒരു പ്രചോദനം ലഭിക്കുവാൻ,
ദൈവകൃപ നമ്മളിലേക്ക് കടന്നു വരട്ടെ. പരിശുദ്ധ അമ്മ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹത്തിൻ പുതുയാത്ര.